ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഒരു അധ്യായത്തിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. പലപ്പോഴും ഇഫ് ക്ലോസുകളിൽ ഇഫ് ഉപയോഗിച്ച് പറയുന്ന സെൻറ്റൻസുകൾ ബി, അതുപോലെ ബീൻ, ബി ബി ബീൻ ഇങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. എന്താണ് ബീൻ? അതെവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കണ്ടീഷണൽ സെൻറ്റൻസുകൾ പാസീവ് വോയിസിലാണ് പറയുന്നത്. ഞാനിവിടെ ബ്രാക്കറ്റിൽ പി വിയും തന്നിട്ടുണ്ട്. പാസീവ് വോയിസ്, അതായത് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നതാണ് പാസീവ് വോയിസ്. അത്തരം ഘട്ടങ്ങളിലാണ് ഈ ബിയും ബീനൊക്കെ ഉപയോഗിക്കുക. ഉദാഹരണം, ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയേ. ഇഫ് യു കം ലേറ്റ്, നീ വൈകി വന്നാൽ ദ ഡോർ വിൽ ബി ലോക്ക്ഡ്. ശ്രദ്ധിക്കൂ, ഇവിടെ കം എന്ന് പറയുന്നത് B1 ആണ്, അതുകൊണ്ട് ഇവിടെ വില്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം തന്നെയാണ്. നീ വൈകി വന്നാൽ ഡോർ അടയ്ക്കപ്പെടും. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇത് ഡോർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റിയ ആളല്ല. അതുകൊണ്ട് ഈ സെൻറ്റൻസ് പാസീവ് വോയിസ് ആണ്. അടയ്ക്കുമെന്നല്ല, ഡോർ അടയ്ക്കുമെന്നല്ല, ഡോർ അടയ്ക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളിവിടെ ബി ഉപയോഗിച്ചിരിക്കുന്നത്, ബി ലോക്ക്ഡ്. ഇഫ് യു കെയിം ലേറ്റർ, ഇവിടെ വീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ദ ഡോർ വുഡ് ബി ലോക്ക്ഡ്. അപ്പോൾ വില്ലിൻ്റെയും വുഡിൻ്റെയും കൂടെ ബി നമ്മൾ ഉപയോഗിക്കുക. അതായത് പാസീവ് വോയിസ് പറയുമ്പോൾ വിൽ ബി, വുഡ് ബി പ്ലസ് വെർബിൻ്റെ V3 രൂപം. പാസീവിൽ എപ്പോഴും വെർബിൻ്റെ V3 രൂപം ഉപയോഗിക്കുക. അടുത്ത നോക്കിയേ. ഇഫ് യു ഹാഡ് കം ലേറ്റ്, നീ വൈകി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ദ ഡോർ വുഡ് ഹാവ് ബീനാണ് ഉപയോഗിക്കുക. ഈ ഹാവിൻ്റെ കൂടെ ബി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബിയുടെ ബീൻ രൂപമാണ് ഉപയോഗിക്കുക. ഹാവ്, ഹാസ് ഒക്കെ വരുമ്പോൾ, ഹാഡ് ഒക്കെ വരുമ്പോൾ മനസ്സിലായോ? ഹാസ്, ഹാവ്, ഹാഡ് ഇവയുടെ കൂടെ ഒരിക്കലും നമ്മൾ ബി ഉപയോഗിക്കില്ല. ബിയുടെ ബീൻ രൂപമാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് ഉള്ളതുകൊണ്ടാണ് ബീൻ യൂസ് ചെയ്യുന്നത്. ഇഫ് യു ഹാഡ് കം ലേറ്റ് ദ ഡോർ വുഡ് ഹാവ് ബീൻ ലോക്ക്ഡ്. കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. നോക്കിയേ, മഴ പെയ്താൽ മത്സരം മാറ്റിവെക്കപ്പെടും. മത്സരം മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ മത്സരമല്ലല്ലോ മാറ്റിവെക്കുന്നത്, മത്സരം മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് പാസീവാണ്. അപ്പോൾ ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ, ദ മാച്ച് വിൽ ബി പോസ്റ്റ്പോൺഡ്. വിൽ ബി, മഴ പെയ്തിരുന്നെങ്കിൽ മത്സരം മാറ്റിവെക്കപ്പെടുമായിരുന്നു. ഇഫ് ഇറ്റ് റെയിൻഡ് ദ മാച്ച് വുഡ് ബി പോസ്റ്റ്പോൺഡ്. അടുത്തത്, മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മത്സരം മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ദ മാച്ച് വുഡ് ഹാവ് ബീൻ പോസ്റ്റ്പോൺഡ്. അപ്പോൾ ബീൻ വരുന്ന കാര്യം മനസ്സിലായി. അടുത്ത സെൻറ്റൻസ്, നിയമം ലംഘിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടും. ശിക്ഷിക്കപ്പെടും പാസീവാണ് അല്ലേ? ഇഫ് ഹി ബ്രേക്സ് ദ റൂൾ ഹി വിൽ ബി പണിഷ്ഡ്. നിയമം ലംഘിച്ചിരുന്നെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുമായിരുന്നു. ഇഫ് ഹി ബ്രോക്ക്, അങ്ങനെയല്ലേ? ഇഫ് ഹി ബ്രോക്ക് ദ റൂൾസ് ഹി വുഡ് ബി പണിഷ്ഡ്. ഹി വുഡ് ബി പണിഷ്ഡ്. നിയമം ലംഘിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഹി ഹാഡ് ബ്രോക്കൻ ദ റൂൾസ് ഹി വുഡ് ഹാവ് ബീൻ പണിഷ്ഡ്. ഇഫ് ഹി ഹാഡ് ബ്രോക്കൻ ദ റൂൾസ് ഹി വുഡ് ഹാവ് ബീൻ പണിഷ്ഡ്. നീ കത്തെഴുതിയാൽ അത് തപാൽ വഴി അയക്കപ്പെടും. ഇഫ് യു റൈറ്റ് ദ ലെറ്റർ ഇറ്റ് വിൽ ബി സെൻറ്റ് ബൈ പോസ്റ്റ്. പാസീവാണ്. നീ കത്തെഴുതിയിരുന്നെങ്കിൽ അത് തപാൽ വഴി അയക്കപ്പെടുമായിരുന്നു. ഇഫ് യു റോട്ട് ദ ലെറ്റർ ഇറ്റ് വുഡ് ബി സെൻറ്റ് ബൈ ദ പോസ്റ്റ്. ഇറ്റ് വുഡ് ബി സെൻറ്റ് ബൈ പോസ്റ്റ്. ഇറ്റ് വുഡ് ബി, രണ്ട് ഇടത്തിലും ബി ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അടുത്തതിൽ ബീനാ വരിക അല്ലേ? നീ കത്തെഴുതിയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് തപാൽ വഴി അയക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു. എങ്ങനെ പറയാം? ഇഫ് യു ഹാഡ് റിട്ടൺ ദ ലെറ്റർ ഇറ്റ് വുഡ് ഹാവ് ബീൻ സെൻറ്റ് ബൈ പോസ്റ്റ്. ഇഫ് യു ഹാഡ് റിട്ടൺ ദ ലെറ്റർ ഇഫ് യു ഹാഡ് റിട്ടൺ ദ ലെറ്റർ ഇറ്റ് വുഡ് ഹാവ് ബീൻ സെൻറ്റ് ബൈ പോസ്റ്റ്. ഇനി ബിയും ബീനും ഉപയോഗിക്കുന്ന മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നൗണ് വരുന്ന സമയത്ത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ബി എ ഡോക്ടർ. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഡോക്ടറാണ്. ഇവിടെ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു നൗണാണ്. അപ്പോൾ അങ്ങനെ ഒരു നൗൺ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതുകൊണ്ട് നമ്മൾ ഈ വില്ല് കഴിഞ്ഞിട്ട് ബി ചേർക്കുന്നു. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ബി എ ഡോക്ടർ. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വിൽ ബി എ ഡോക്ടർ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. ആദ്യം പറഞ്ഞത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ബി ഡോക്ടർ. നീ നന്നായി പഠിച്ചാൽ നീ ഒരു ഡോക്ടർ ആകും.
ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ യു വുഡ് ബി എ ഡോക്ടർ, നീ ഒരു ഡോക്ടർ ആകുമായിരുന്നു. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ബീൻ എ ഡോക്ടർ, നീ ഒരു ഡോക്ടർ ആയിട്ടുണ്ടാകുമായിരുന്നു. ഇനി അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. മറ്റുദാഹരണം നോക്കിയേ. സയൻസ് തിരഞ്ഞെടുത്താൽ നീ ഒരു എഞ്ചിനീയർ ആകും. ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അല്ല, ഷുവർ ആയിട്ടുള്ള ഫ്യൂച്ചറാണ്, അല്ലെങ്കിൽ റിയൽ ഫ്യൂച്ചറാണ്. ഇഫ് യു ചൂസ് സയൻസ് യു വിൽ ബി ആൻ എഞ്ചിനീയർ. സയൻസ് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ നീ ഒരു എഞ്ചിനീയർ ആകുമായിരുന്നു. ഇഫ് യു ചോസ് സയൻസ് യു വുഡ് ബി ആൻ എഞ്ചിനീയർ. സയൻസ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഒരു എഞ്ചിനീയർ ആയിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് യു ഹാഡ് ചോസൺ സയൻസ് you would have been an engineer. If you had chosen science, you would have been an engineer. ദിവസവും പരിശീലിച്ചാൽ നീ ഒരു ഗായകനാകും. If you practice daily, you will be a singer. ദിവസവും പരിശീലിച്ചിരുന്നെങ്കിൽ നീ ഒരു ഗായകനാകുമായിരുന്നു. If you practiced daily, you would be a singer. ദിവസവും പരിശീലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഒരു ഗായകനായിട്ടുണ്ടാകുമായിരുന്നു. If you had practiced daily, you would have been a singer. നോക്കൂ, if you had practiced daily, you would have been a singer. ദിവസവും എഴുതുകയാണെങ്കിൽ നിങ്ങളൊരു എഴുത്തുകാരനാകും. If you write daily, you will be a writer. ദിവസവും എഴുതിയിരുന്നെങ്കിൽ നീ ഒരു എഴുത്തുകാരനാകുമായിരുന്നു. If you wrote daily, you would be a writer. ദിവസവും എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഒരു എഴുത്തുകാരനായിട്ടുണ്ടാകുമായിരുന്നു. If you had written daily, you would have been a writer. ഇനി ബിയും ബീനും ഉപയോഗിക്കുന്ന മേഖല എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള നൗൺസ് വരുന്ന സമയത്ത്, അഡ്ജക്റ്റീവ് നൗണ് പോലെ രൂപപ്പെടുന്ന ചില സെൻറ്റൻസുകളുണ്ട്. അതായത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അഡ്ജക്റ്റീവ് നൗണ് ആയിട്ട് വരുന്ന ചില സെൻറ്റൻസുകൾ. ഉദാഹരണം, ഇഫ് യു ഈറ്റ് ടു മച്ച്, നീ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ യു വിൽ ബി ഇൽ, നീ രോഗിയാകും. അപ്പോൾ ഇല്ലെന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ആ നൗണിനെ യുവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ഒരു വേർഡാണ് ഇല്ലെന്ന് പറയുന്നത് ഇവിടെ ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഇത്തരത്തിൽ അഡ്ജക്റ്റീവായിട്ടുള്ള വാക്കുകൾ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുമ്പോഴും ബി ഉപയോഗിക്കാറുണ്ട്. ഇഫ് യു എയ്റ്റ് ടു മച്ച് യു വുഡ് ബി ഇൽ. ഇഫ് യു ഹാഡ് ഈറ്റൻ ടു മച്ച്, നീ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ബീൻ ഇൽ, നീ ഒരു രോഗിയായിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പം നീ ഒരു രോഗിയല്ല. കൂടുതൽ ഉദാഹരണം നോക്കാം. എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷവാനാകും. ഇഫ് ഐ ഗെറ്റ് എ ജോബ് ഐ വിൽ ബി ഹാപ്പി. ഇഫ് ഐ ഗെറ്റ് എ ജോബ് ഐ വിൽ ബി ഹാപ്പി. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനാകുമായിരുന്നു. ഇഫ് ഐ ഗോട്ട് എ ജോബ് ഐ വുഡ് ബി ഹാപ്പി. എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഗോട്ട് എ ജോബ് I would have been happy. I would have been happy. നീ ഉടനെ ആരംഭിച്ചില്ലെങ്കിൽ നീ വൈകും. If you don't start soon, you will be late. നീ ഉടനെ ആരംഭിച്ചിരുന്നെങ്കിൽ നീ വൈകുമായിരുന്നു. നീ ഉടനെ ആരംഭിച്ചിരുന്നില്ലെങ്കിൽ നീ വൈകുമായിരുന്നു. If you didn't start soon, you would be late. നീ ഉടനെ ആരംഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നീ വൈകിട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെയാണ്, നീ ഉടനെ ആരംഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. ഇഫ് യു ഹാഡിൻ സ്റ്റാർട്ടഡ് ഓൺ ടൈം, അല്ലെങ്കിൽ നീ കൃത്യസമയത്ത് ആരംഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. ഇഫ് യു ഹാഡിൻ സ്റ്റാർട്ടഡ് ഓൺ ടൈം, അവിടെ മൂന്നാമത്തെ കേസിൽ പറയുമ്പോൾ അങ്ങനെ അത് കറക്റ്റ് ആവുള്ളൂ. ഉടനെ എന്ന് പറയുന്നത് അവിടെ ശരിയാവില്ല. മലയാളത്തിൽ പറയുമ്പോഴും അത് ശരിയാവില്ല. നീ കൃത്യസമയത്ത് ആരംഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നീ വൈകിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് യു ഹാഡിൻ സ്റ്റാർട്ടഡ് ഓൺ ടൈം യു വുഡ് ഹാവ് ബീൻ ലേറ്റ്. ഇഫ് യു ഹാഡിൻ സ്റ്റാർട്ടഡ് ഓൺ ടൈം യു വുഡ് ഹാവ് ബീൻ ലേറ്റ്. നീ ഹെൽമെറ്റ് ധരിച്ചാൽ നീ സുരക്ഷിതനാകും. ഇഫ് യു വെയർ ഹെൽമെറ്റ് യു വിൽ ബി സേഫ്. നീ ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിൽ നീ സുരക്ഷിതനാകുമായിരുന്നു. ഇഫ് യു വോർ എ ഹെൽമെറ്റ് യു വുഡ് ബി സേഫ്. നീ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ സുരക്ഷിതനായിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് യു ഹാഡ് വോൺ എ ഹെൽമെറ്റ് യു വുഡ് ഹാവ് ബീൻ സേഫ്. ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ബി ഉപയോഗിക്കാറുണ്ട്.
അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ബി എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ നമുക്കറിയാം, ബി ഫോംസ് എന്ന് പറയുന്നത് ചില ഓക്സിലറി വെർബുകളുടെ ഒരു ഫാമിലിക്ക് പറയുന്ന പേരാണ്. ഇപ്പോൾ ഈസ്, ആം, ആർ ഇതെല്ലാം ബി ഫോംസ് ആണ്. അപ്പോൾ നോക്കിയേ, ഇഫ് ഐ ആം റിച്ച് ഐ വിൽ ഹെൽപ്പ് ദ പുവർ. ശരിയാണല്ലോ, നമ്മൾ ഇതുവരെ പഠിച്ച പോലെ തന്നെയാണ്. ആം എന്ന് പറയുന്നത് ഒരു ബി ഫോം ആണ്. ഇതൊരു V1 രൂപമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും. അതുകൊണ്ട് ഇഫ് ഐ എം റിച്ച്, ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ ഐ വിൽ ഹെൽപ്പ് ദ പുവർ. ഇഫ് ഐ വെർ റിച്ച്, പാസ്റ്റ് ആണ്, അതുകൊണ്ട് ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. ഞാൻ ധനികനായിരുന്നെങ്കിൽ ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ബീൻ റിച്ച്, ഇവിടെ ബീൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ബി ഫോമായ എയും വേറും മൂന്നാമത്തെ രൂപത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബി എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ രൂപം ബീനാണ്. അപ്പോൾ ആമും വേറും അല്ലെങ്കിൽ ഈസ്, ആമ്, വേറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്റ്റ് രൂപം ബീനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തും, അതായത് നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസിലും ബീൻ ഉപയോഗിക്കാറുണ്ട്. ഇഫ് ഐ ഹാഡ് ബീൻ റിച്ച് ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ദ പുവർ. ഇവിടെ വുഡ് ഹാവ് ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ ഹാഡ് ഉള്ളത് കൊണ്ട്. ഇവിടെ ബീൻ ഉപയോഗിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലത്തെ മറ്റൊരു സെൻറ്റൻസ് ആണ്, വൈകിയാൽ ഞാൻ ക്ഷമ ചോദിക്കും. ഇഫ് ഐ ആം ലേറ്റ്, ആം എന്ന് പറയുന്ന ഒരു ബി രൂപമാണ് കേട്ടോ. ഇഫ് ഐ ആം ലേറ്റ് ഐ വിൽ അപ്പോളജൈസ്. അതിലാർക്കും ഡൗട്ടില്ലല്ലോ? ഇല്ല. വൈകിയിരുന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുമായിരുന്നു. ഇഫ് ഐ വേർ ലേറ്റ്, വേർ എന്ന് പറയുന്ന V2 രൂപമാണ്, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഐ വുഡ് അപ്പോളജൈസ്. ഇനിയുള്ള ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തതിൽ ഹാഡ് വെച്ച് പറയുമ്പോൾ ആമിൻ്റെയും വേറിൻ്റെയും ഒക്കെ ബി രൂപം എന്ന് പറയുന്നത് ബീനാണ്. അങ്ങനെയാണെങ്കിൽ വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ബീൻ ലേറ്റ് ഐ വുഡ് ഹാവ് അപ്പോളജൈസ്ഡ്. നിനക്ക് വിശപ്പുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കും. ഇഫ് യു ആർ ഹംഗ്രി ഐ വിൽ മേക്ക് യു സം ഫുഡ്. നിനക്ക് വിശന്നിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ഇഫ് യു വേർ ഹംഗ്രി ഐ വുഡ് മേക്ക് യു സം ഫുഡ്. നിനക്ക് വിശന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് യു ഹാഡ് ബീൻ ഹംഗ്രി ഐ വുഡ് ഹാവ് മെയ്ഡ് യു സം ഫുഡ്. അപ്പോൾ ഇവിടെ ഹാഡ് ബീൻ ഹംഗ്രി, എങ്ങനെയാ ബീൻ വന്നത് മനസ്സിലായല്ലോ? അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിൽ ഈസ്, ആമ്, ആറൊക്കെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പാസ്റ്റ് രൂപം വേറാണെങ്കിൽ പെർഫെക്റ്റ് രൂപം ബീൻ ആയിരിക്കും. കാരണം ഈസ്, ആമ്, ആറ്, വേർ എന്ന് പറയുന്നത്, ഈസ്, ആമ്, ആറ്, വാസ്, വേർ എന്ന് പറയുന്നത് ബി രൂപങ്ങളാണ്. അതിൻ്റെ പെർഫെക്റ്റ് രൂപം എന്ന് പറയുന്നത് ബീനായിരിക്കും. ഒരു ഉദാഹരണോട് നോക്കിയേ. ക്ഷീണിച്ചാൽ അവൾ റെസ്റ്റ് എടുക്കും. ഇഫ് ഷീ ഈസ് ടയേർഡ് ഷി വിൽ ടേക്ക് റെസ്റ്റ്. ക്ഷീണിച്ചിരുന്നെങ്കിൽ അവൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇഫ് ഷീ വർ ടയേർഡ് ഷി വുഡ് ടേക്ക് റെസ്റ്റ്. ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഷീ ഹാഡ് ബീൻ ടയേർഡ് ഷി വുഡ് ഹാവ് ടേക്കൺ എ റെസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിയേണ്ട ഒരാളാണെങ്കിൽ ഈ ഭാഗം ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് ഈ ഭാഗം ശ്രദ്ധിക്കണം. പിന്നെ ഇംഗ്ലീഷ് അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഞാൻ ഈ പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ചില സമയത്ത് ഇഫ് ക്ലോസിൽ ഈ ഇഫിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇഫ് ക്ലോസ് യൂസ് ചെയ്യാറുണ്ട്. ഇഫിനെ ഒഴിവാക്കിയ പിന്നെ എങ്ങനെ ഇഫ് ക്ലോസ് ഉണ്ടാവുക? നമുക്ക് നോക്കാം. ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഷീ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഈ സെൻറ്റൻസ് നിങ്ങൾ നോക്കിയേ, ഇതൊരു ഏത് രൂപത്തിലിരിക്കുന്നതാണ്? ഒരു തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് അല്ലേ? ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ, അവൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. അങ്ങനെയല്ലേ ഇതിൻ്റെ അർത്ഥം? അതെ, അവൾ പരീക്ഷ പാസ്സായിട്ടുണ്ടാകുമായിരുന്നു. ഈ സംഗതിയെ നമുക്ക് ഇഫ് ക്ലോസിൻ്റെ ഭാഗത്ത് ഇഫ് ഉപയോഗിക്കാതെ പറയാം, അർത്ഥം വ്യത്യാസം വരില്ല. അതായത് നമ്മൾ ഈ ഇഫ് ഉണ്ടല്ലോ, ഈ ഇഫിനെ അങ്ങോട്ട് കളയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹാഡിനെ ഇഫിൻ്റെ സ്ഥാനത്ത് വയ്ക്കും. ഓക്കെ, എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ഹാഡ്, ഇത് അവിടെ താഴെ തന്നിട്ടുണ്ട്. ഹാഡ് ഷീ, അതായത് ഷീ എങ്ങോട്ട് വെക്കും, ഹാഡ് എങ്ങോട്ട് വെക്കും. ഹാഡ് ഷീ സ്റ്റഡീഡ് ഹാർഡർ, ശ്രദ്ധിക്കൂ, ഹാഡ് ഷീ സ്റ്റഡീഡ് ഹാർഡർ ഷീ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. അപ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ഹാഡ് ഷീ സ്റ്റഡീഡ് ഹാർഡർ, അവൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം എന്നാണ്. അവൾ പരീക്ഷയ്ക്ക് പാസ്സായിട്ടുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾക്കാർ പരീക്ഷ ടഫാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ വരും. ഓക്കെ, പരീക്ഷയ്ക്ക് ഈ അടുത്ത കാലത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരോട് ശ്രദ്ധിക്കുക. അഡ്വാൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരും സംഭാഷണത്തിൽ, സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് കൂടിയാണ് ഇത്. നോക്കിയേ, ഈ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുക? ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടാകുമായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ സെൻറ്റൻസാ. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് യെസ്റ്റർഡേ ഐ വുഡ് ഹാവ് സ്റ്റേഡ് അറ്റ് ഹോം. ഇതല്ലേ നമ്മൾ പഠിച്ചത്. എന്നാൽ ഇതേ കാര്യം നമുക്ക് ഇഫ് അങ്ങ് കളഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ഇഫ് കളയുക, സബ്ജക്റ്റിനെ ഇങ്ങോട്ടിടുക, ഹാഡിനെ ഇങ്ങോട്ട് വെക്കുക. ഹാഡിൽ നിന്ന് തുടങ്ങുക. ഹാഡ് ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. എന്താണ്? ഹാഡ് ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ ഐ വുഡ് ഹാവ് സ്റ്റേഡ് അറ്റ് ഹോം. ക്ലിയർ അല്ലേ? അടുത്തത്, എനിക്ക് വിശന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഗോട്ട് ഹംഗ്രി ഐ വുഡ് ഹാവ് ഓർഡർഡ് സം ഫുഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസാണ്. അതിൽ ഇഫിനെ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഹാഡിൽ ഒന്ന് തുടങ്ങി. ഹാഡ് ഐ ഗോട്ട് ഹംഗ്രി ഐ വുഡ് ഹാവ് ഓർഡർഡ് സം ഫുഡ്. കാര്യം മനസ്സിലായല്ലോ? ഹാഡ് ഐ ഗോട്ട് ഹംഗ്രി ഐ വുഡ് ഹാവ് ഓർഡർഡ് സം ഫുഡ്. സെയിം മീനിങ് ആണ്. ക്ലിയർ ആയി അല്ലേ? അപ്പോൾ ഇതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു അധ്യായത്തിലൂടെ ഇഫിൻ്റെ എല്ലാ രൂപങ്ങളും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ, ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ വളരെ കാര്യമാത്ര പ്രസക്തമായി മനസ്സിലായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.